കഴിഞ്ഞ പ്രാവശ്യം കേട്ട ആ ഭാഗം ഒന്നുകൂടി കേട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പുരുഷശ്രേഷ്ഠനായ വിദുര, മൈത്രേയ മുനി വിദുരരോട് കഥ പറയുന്നതാണ്. പുരുഷശ്രേഷ്ഠനായ വിദുര, ഒരിക്കൽ പൃഥു ചക്രവർത്തി ഒരു മഹാസത്രം സമാരംഭിച്ചു, ഒരു വലിയ യാഗം ചെയ്യാൻ തുടങ്ങി. ആ അവസരത്തിൽ സ്വർഗലോകവാസികളായ ദേവന്മാർ തുടങ്ങിയവരും ബ്രഹ്മഋഷികളും ഋഷിതുല്യരായ മറ്റ് രാജാക്കന്മാരും അവിടെ എത്തിച്ചേർന്നു. ആ മഹാസത്രത്തിൽ പങ്കെടുക്കാനായി വന്നു ചേർന്നിട്ടുള്ള സമ്പൂജ്യരായ മഹാത്മാക്കളെയെല്ലാം അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് സത്കരിച്ച് ആസനസ്ഥരാക്കിയ ശേഷം സദസ്സിൻ്റെ മധ്യത്തിൽ നക്ഷത്രഗണങ്ങളുടെ ഇടയിൽ ചന്ദ്രൻ എന്ന പോലെ പൃഥു എഴുന്നേറ്റ് നിന്നു. ഇനി ആ പൃഥുവിനെ വർണ്ണിക്കുകയാണ്. പൃഥു മഹാവിഷ്ണുവിൻ്റെ അംശാവതാരം കൂടിയാണ് എന്നുള്ളത് ഇവിടെ ഓർക്കേണ്ടതാണ്. നല്ല ഉയരം, നീണ്ടു തടിച്ചുരുണ്ട കൈകൾ, വെളുത്ത നിറം, ചെന്താമരപ്പൂവിതൾ പോലെ ചുവന്ന കണ്ണുകൾ, സുന്ദരമായ മുഖം, തടിച്ച് മാംസളമായ തോളുകൾ, തിളങ്ങുന്ന ദന്തങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ശുഭ്ര മനോജ്ഞമായ മന്ദഹാസം, സൗമ്യഭാവം, വിരിഞ്ഞു വിസ്തൃതമായ മാറിടം, തടിച്ച കടി പശ്ചാത്ഭാഗം, 3 ഞൊറികളോട് കൂടിയ സുന്ദരവും ആലിലയുടെ ആകൃതിയിലുള്ളതുമായ ഉദരം, ചുഴി പോലെ വൃത്താകൃതിയിലുള്ള പൊക്കിൾ, നിറഞ്ഞ ഓജസ്, സ്വർണവർണ്ണമാർന്ന തുടകൾ, ഉയർന്നു നിൽക്കുന്ന കാലടികൾ, കനം കുറഞ്ഞ് അഗ്രം വളഞ്ഞ് കറുപ്പു നിറമുള്ള മിനുമിനുപ്പുള്ള തലമുടി, ശംഖസമാനമായ കഴുത്ത്, അമൂല്യമായ പട്ടുവസ്ത്രങ്ങൾ ഉടുത്തുകൊണ്ടും കമനീയമായ ആകാര സൗഷ്ഠവവുമെല്ലാം ഒത്തിണങ്ങിയ ഒരു ലക്ഷണമൊത്ത മഹാപുരുഷനായിരുന്നു മഹാരാജാവ്. ഇത് വർണ്ണിക്കുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ, ഈ കഥകൾ കേൾക്കുമ്പോൾ കാണുന്ന അനുഭവം ഉണ്ടാവണം. അപ്പോൾ ഇവിടെ കേൾവിയും കാഴ്ചയും ഒന്നിച്ചു ചേരണം. അപ്പോൾ ഒറ്റ കേൾവിയിൽ ഒറ്റ കാഴ്ചയിൽ മാറ്റമുണ്ടാകും. ആ മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത്ര വിസ്തരിച്ച് ഇത് വർണ്ണിക്കുന്നത്. അല്ലെ ലക്ഷണമൊത്ത കേൾക്കുക മാത്രമായിരുന്നു ഉദ്ദേശമെങ്കിൽ ലക്ഷണമൊത്ത ഒരു സർവലക്ഷണങ്ങളും തികഞ്ഞ ഒരു പുരുഷനായിരുന്നു മഹാരാജാവ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതിന് പകരം രാജാവിൻ്റെ അംഗപ്രത്യംഗ വർണ്ണന നടത്തിയത് കാണാനും കൂടി ഉദ്ദേശിച്ചിട്ടാണ്. ഈ പുരാണ ഇതിഹാസങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം കാണുകയും കൂടി ചെയ്താൽ മാത്രമേ, അറിഞ്ഞ് കണ്ടാൽ മാത്രമേ മാറ്റം ഉണ്ടാകുകയുള്ളൂ. ഇതെല്ലാം നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്തിനാ നമ്മളെ മാറ്റുന്നത്? ഇപ്പം നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമ്മൾ ശരിക്കും എന്താണോ ആരാണോ അതല്ല എന്ന ധാരണയിലാണ് ഇപ്പോൾ നാം ജീവിക്കുന്നത്. അപരിമിതമായത് പരിമിതമായി എന്ന ധാരണയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ആ ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ആ ധാരണ ഒരു രോഗാവസ്ഥയാണ്. ഇത് ഒരു ചികിത്സാ രീതിയും കൂടി ആണ്. അപ്പോൾ ഈ ചികിത്സാ രീതി ഫലിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നതിനോടൊപ്പം കാണുകയും കൂടി വേണം. മുഴുവനും കൃത്യമായിട്ട് ഇതേപോലെ കാണാൻ പ്രയാസമായിരിക്കും ഭൂരിപക്ഷം ആൾക്കാർക്കും. എന്നാൽ കാണാൻ ശ്രമിച്ചുകൊണ്ട് കേൾക്കണം. അതായത് വെറുതെ ഈ ശ്ലോകങ്ങൾ കേട്ടുപോയത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് അർത്ഥം. ഇതറിഞ്ഞ് കേട്ട് അനുഭവിക്കണം. അപ്പോൾ ഒറ്റ കേൾവിയിൽ നമുക്ക് മാറ്റം ഉണ്ടാവും. ആ മാറ്റം നമ്മൾ എന്തായിട്ടാണ് മാറുക? നമ്മൾ ആരായിരുന്നോ ആ ആളാണ് നമ്മളെന്ന് തിരിച്ചറിയും. അതിനാണ് ഇത് ഇത്ര വിസ്തരിച്ച് വർണ്ണിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ആകാര സൗഷ്ഠവത്തോടു കൂടിയ എല്ലാ വിധത്തിലുള്ള
ആകാര സൗഷ്ഠവവും ഒത്തിണങ്ങിയ ഒരു ലക്ഷണമൊത്ത മഹാപുരുഷനായിരുന്നു മഹാരാജാവ്. യാഗദീക്ഷയുമായി വ്രതാനുഷ്ഠാനത്തിലായിരുന്ന അദ്ദേഹം ആഭരണങ്ങൾ ശരീരത്തിൽ അണിഞ്ഞിട്ടില്ലായിരുന്നു. ഓരോ സന്ദർഭത്തിനും ഓരോ വേഷവിധാനം, സന്ദർഭയോഗ്യമായിട്ടാണ് വസ്ത്രം ധരിക്കുക. വസ്ത്രത്തിന് മനോഭാവത്തെ സ്വാധീനിക്കുവാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സന്ദർഭത്തിലും ഓരോ വസ്ത്രം ധരിക്കുന്നത്. ജോലിക്ക് പോകുമ്പം ധരിക്കുന്ന വസ്ത്രമല്ല അമ്പലത്തിൽ പോകുമ്പോൾ ധരിക്കുക. അമ്പലത്തിൽ പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രമല്ല കല്യാണങ്ങൾക്ക് പോകുമ്പം ധരിക്കുന്നത്. കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രമല്ല മരണം നടന്ന ഒരു വീട്ടിൽ പോകുമ്പം ധരിക്കുന്നത്. നമ്മളുടെ വസ്ത്രധാരണ രീതി നമ്മുടെ നിലവാരത്തെ, നമ്മുടെ മനോഭാവത്തെ പ്രതിഫലിപ്പിക്കും. നമ്മുടെ വസ്ത്രധാരണ രീതിക്ക് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുവാനുള്ള ശക്തിയുമുണ്ട്. അതുകൊണ്ടാണ് അമ്പലത്തിൽ പോകുമ്പോൾ ഇന്നതുപോലെയൊക്കെ പോകണം എന്ന് പറയുന്നത്. എങ്ങനെ പോയാലും എന്താ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ്, എങ്ങനെ പോയാലും ആ മനോഭാവം കിട്ടില്ല. അപ്പൊ മനോഭാവം കിട്ടാൻ വേണ്ടിയിട്ട് വസ്ത്രധാരണം നടത്തുന്നു. അപ്പൊ ഇവിടെ ഇദ്ദേഹം യാഗദീക്ഷയുമായി വ്രതാനുഷ്ഠാനത്തിലായിരുന്ന അദ്ദേഹം ആഭരണങ്ങൾ ശരീരത്തിൽ അണിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. യാഗത്തിൽ പങ്കെടുക്കുമ്പം സർവാഭരണ വിഭൂഷിതനായിട്ടല്ല, ആഭരണങ്ങളൊന്നും അണിയാതെയാണ് അദ്ദേഹം പങ്കെടുത്തിരുന്നത്. എന്നിട്ടും ഭംഗിക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. അപ്പം ആഭരണങ്ങൾ ധരിച്ചില്ലായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പട്ടുവസ്ത്രത്തിന്റെ മുകളിൽ കൃഷ്ണമൃഗ ചർമ്മം ചുറ്റിയിട്ടുണ്ടായിരുന്നു. സ്വതസിദ്ധമായ സൗന്ദര്യം ആ സുന്ദര ഗാത്രത്തിൽ നിന്നും ചുറ്റുപാടും വ്യാപിച്ചു കൊണ്ടിരുന്നു. നിത്യകർമ്മങ്ങളെല്ലാം നിർവഹിച്ച ശേഷം കയ്യിൽ ദർഭപ്പുല്ലുമേന്തിയായിരുന്നു നിൽപ്പ്. ആ നിൽപ്പ് കണ്ടാലറിയാം അദ്ദേഹം എന്തിന് ഉദ്യമിച്ച് നിൽക്കുകയാണ് എന്ന്. ചട്ടുകമെടുത്ത് ഒരാൾ നിൽക്കുന്നത് കണ്ടാലറിയാം അദ്ദേഹം എന്തിന് ഉദ്യമിച്ച് നിൽക്കുകയാണ് എന്ന്. തോക്കെടുത്ത് ഒരാൾ നിൽക്കുന്നത് കണ്ടാൽ അയാൾ എന്തിന് ഉദ്യമിച്ച് നിൽക്കുകയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതേപോലെ തന്നെ ദർഭപ്പുല്ല് കയ്യിലെടുത്ത് നിൽക്കുന്ന ഒരാളെ കണ്ടാൽ അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ വേഷവിധാനങ്ങള്, കയ്യിൽ ധരിക്കുന്ന ആയുധങ്ങള്, ഇതൊക്കെ മനോഭാവത്തെ വ്യക്തമാക്കുന്നതും കൂടി ആണ്. കയ്യിൽ ദർഭപ്പുല്ല് വേണ്ടിയായിരുന്നു നിൽപ്പ്. ശാന്തസുന്ദരങ്ങളായ കരിമിഴി കണ്ണുകൾ കൊണ്ട് സ്നേഹവും അനുകമ്പയും തുളുമ്പുന്ന ഭാവത്തോടെ അദ്ദേഹം എല്ലാവരെയും വീക്ഷിച്ചു. അതിസുന്ദരനായിരുന്നു അദ്ദേഹം. സൗന്ദര്യമുള്ളത് എന്തിനെ കണ്ടാലും മനസ്സിൽ സന്തോഷമുണ്ടാകും. അപ്പൊ സ്ത്രീ സൗന്ദര്യം മാത്രമല്ല ഭാഗവതത്തിൽ മനോഹരമായി വർണ്ണിച്ചിട്ടുള്ളത്, പുരുഷ സൗന്ദര്യവും വർണ്ണിച്ചിട്ടുണ്ട്. സുന്ദരമായതെന്തും മനസ്സിന് സന്തോഷത്തെ ഉണ്ടാക്കുന്നതാണ്. സുന്ദരമായ ഒരു സൂര്യാസ്തമനം കണ്ടാൽ, സുന്ദരമായ ഒരു പൂവ് വിടർന്നു നിൽക്കുന്നത് കണ്ടാൽ, ഒരു വയലിൽ ഒരൊറ്റ വൃക്ഷം നിൽക്കുന്നത് കണ്ടാൽ, ഇതൊക്കെ അതിസുന്ദരമായ കാഴ്ചകളാണ്. ആ കാഴ്ചകൾ കാണുന്ന മാത്രയിൽ തന്നെ മനസ്സിൽ സന്തോഷമുണ്ടാകും. അപ്പോൾ ഈ വർണ്ണന കേൾക്കുമ്പോൾ അതിനെ മനസ്സിൽ കാണുകയും കൂടി ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത്ര എളുപ്പം സാധിക്കുകയല്ല. കാരണം വിഷ്വലൈസേഷൻ, ഈ ഭാവന ചെയ്ത് കാണുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതെല്ലാവർക്കും അനായാസമായി സ്വായത്തമാകുന്ന ഒന്നല്ല. പക്ഷെ അങ്ങനെ കാണുകയാണെങ്കിൽ ഈ സൗന്ദര്യധാമത്തെ നമ്മുടെ മനസ്സിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ കാണുന്ന മാത്രയിൽ നമ്മുടെ ഉള്ളിൽ സന്തോഷമുണ്ടാകും, ആനന്ദമുണ്ടാകും. ആ ആനന്ദം സച്ചിദാനന്ദ സ്വരൂപിയുടെ സ്വഭാവമാണ്. സുന്ദരമായത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം ഈശ്വര അനുഭവമാണ്. അപ്പം കേൾക്കുന്ന മാത്രയിൽ തന്നെ ഈശ്വരാനുഭവത്തെ ഉണ്ടാക്കുവാൻ ശക്തമായ ഒരു കൃതിയും കൂടിയാണ് ഭാഗവതം.
ആ സുന്ദരഗാത്രത്തിൽ നിന്നും സ്വതസിദ്ധമായ സൗന്ദര്യം ആ സുന്ദരഗാത്രത്തിൽ നിന്നും ചുറ്റുപാടും വ്യാപിച്ചു കൊണ്ടിരുന്നു. നിത്യകർമ്മങ്ങളെല്ലാം നിർവഹിച്ച ശേഷം കയ്യിൽ ദർഭപ്പുല്ലുമേന്തിയായിരുന്നു നിൽപ്പ്. ശാന്തസുന്ദരങ്ങളായ കരിമിഴിക്കണ്ണുകൾ കൊണ്ട് സ്നേഹവും അനുകമ്പയും തുളുമ്പുന്ന ഭാവത്തോടെ അദ്ദേഹം എല്ലാവരെയും വീക്ഷിച്ചു. അഹങ്കാരത്തോടു കൂടിയല്ല, എനിക്കിതൊക്കെ സാധിക്കുന്നു എന്ന അഹങ്കാരാഭിമാനങ്ങളോടുകൂടിയല്ല, മറിച്ച് സ്നേഹവും അനുകമ്പയും തുളുമ്പുന്ന ഭാവത്തോടെ. കണ്ണ് കണ്ടാലറിയാം മനസ്സിന്റെ ഭാവം. അപ്പൊ ജാടയൊന്നും വെച്ചു പുലർത്തിയിട്ടല്ല, അഹങ്കാരമൊന്നുമില്ല, സ്നേഹവും അനുകമ്പയും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ദർശിക്കാൻ സാധിച്ചിരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്നേഹവും അനുകമ്പയും ഉണ്ടായിരുന്നു. സ്നേഹവും അനുകമ്പയും തുളുമ്പുന്ന ഭാവത്തോടെ അദ്ദേഹം എല്ലാവരെയും വീക്ഷിച്ചു. രാജാവ് എന്ന നിലയിൽ പ്രജകളെല്ലാം മക്കളെ പോലെയാണ്. സദസ്സിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ഹൃദയഹാരിയും ചമത്കാര സമ്പുഷ്ടമായ പദങ്ങൾ ഉൾക്കൊള്ളുന്നതും ശ്ലാഘനീയവും ശുദ്ധവും ആലോചനാമൃതവും പ്രൗഢഗംഭീരവും സ്വാഭിപ്രായം വ്യക്തമായും പ്രകടിപ്പിക്കുന്നതുമായ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞു. സൗന്ദര്യം കാഴ്ചയിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ മനോഭാവത്തിലുമുണ്ട് എന്ന കണ്ണുകൾ നമുക്ക് തെളിയിച്ചു തന്നു. സ്നേഹവും അനുകമ്പയും ആർന്നതാണ് ആ മനസ്സും. ആ മനസ്സിന്റെ ഭാവമാണ് കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത്. സ്നേഹവും അനുകമ്പയും എപ്പോഴും എവിടെ കണ്ടാലും ആർക്കും സന്തോഷത്തെ ഉണ്ടാക്കുന്നതാണ്. സ്നേഹിക്കുന്നത് കാണുമ്പോൾ, അനുകമ്പ പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും. ഇപ്പൊ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ആനന്ദത്തെ പ്രകടമാക്കുവാൻ കൂടി ഉദ്ദേശിച്ചിട്ടുള്ള വരികളാണ്. ഇവിടെ കാഴ്ചയിൽ മാത്രമല്ല ഈ ഭംഗിയുള്ളത്, കേൾവിക്കും ഭംഗിയുണ്ട്. എങ്ങനെ സംസാരിക്കണം എന്നും കൂടിയാണ് വ്യാസഭഗവാൻ ഈ കഥാഭാഗത്തിലൂടെ നമ്മളോട് പറയുന്നത്. സദസ്സിലുള്ള സകലരെയും സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ആ സദസ്സിലുണ്ടായിരുന്നവരെ എല്ലാം അദ്ദേഹത്തിന് ഒരേപോലെ ഇഷ്ടമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇഷ്ടമുള്ളവരും അത്രയൊന്നും ഇഷ്ടമില്ലാത്തവരും അടങ്ങുന്ന സദസ്സിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ. നമുക്ക് ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് ഒരാളെ സദസ്സിൽ വെച്ച് അപമാനിക്കുവാനുള്ള അധികാരം നമുക്കില്ല. അങ്ങനെ അപമാനിക്കുന്ന ആൾക്കാർ, മറ്റുള്ളവരുടെ വളർച്ചയിൽ അവരെ അപമാനിക്കുന്ന ആൾക്കാർ, മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അവരെ അപമാനിക്കുന്ന ആൾക്കാർ, ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ നേരിട്ട് കാണാൻ സാധിക്കുകയില്ല എങ്കിലും ഈ നവമാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപമാനിക്കുവാൻ വേണ്ടി മാത്രം തൂലിക ചലിപ്പിക്കുന്ന മഹാത്മാക്കൾ. അവർ അവരുടെ മനസ്സിന്റെ കൊള്ളരുതായ്മയെയാണ് പ്രകടിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളെ പറ്റിയിട്ടൊരു അഭിപ്രായം പറയുമ്പോൾ അത് വാസ്തവത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായമല്ല, എന്നെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ഞാൻ ഉച്ചത്തിൽ പറയുന്നത്. എൻ്റെ മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ ആണ് മനസ്സിലാവുക. അപ്പൊ ഇവിടെ സദസ്സിലുള്ള സകലരെയും സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ആരെയും അപമാനിക്കേണ്ട ആവശ്യമില്ല. അപമാനിച്ചത് കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവുമില്ല. ഒരാളെ അപമാനിച്ചതുകൊണ്ട് അയാളിൽ മാറ്റം വരുത്തുവാൻ സാധിക്കുകയില്ല. ഒരാളുടെ ചെയ്തി നമുക്കിഷ്ടമല്ല എന്ന് വിചാരിക്കുക, അയാളെ ജനമധ്യത്തിൽ വെച്ച് ഒറ്റയ്ക്കായാലും അപമാനിച്ചതുകൊണ്ട് അയാളിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. മാറ്റം ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അഭിപ്രായം പറയുന്നതെങ്കിൽ അതിൽ സ്നേഹവും അനുകമ്പയും ഉണ്ടാകണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ സ്നേഹവും അനുകമ്പയും തുളുമ്പുന്നു എന്ന് പറഞ്ഞത്. സ്നേഹപൂർവം അനുകമ്പയോടുകൂടി ഉച്ചരിക്കപ്പെടുന്ന വാക്കുകൾക്ക് മാത്രമേ കേൾക്കുന്നവരിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ.
കുറ്റപ്പെടുത്തലുകൾ എത്ര യുക്തിസഹമാണെങ്കിലും അതിന് ആരെയും മാറ്റുവാൻ സാധിക്കുകയില്ല. മാറ്റണം എന്ന ഉദ്ദേശമാണ് ഉള്ളതെങ്കിൽ സ്നേഹപൂർവം അനുകമ്പയോടുകൂടി സംസാരിക്കണം. എങ്കിൽ മാത്രമേ മാറ്റമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് സദസ്സിലുള്ള സകലരെയും സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ, ആർക്കും വേദന ജനിപ്പിക്കാത്ത വിധത്തിൽ, വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കാത്ത വിധത്തിൽ. തന്ത്രശാസ്ത്രമനുസരിച്ച് സാധന ചെയ്യുന്നവര് ഒരു കാരണവശാലും മർമ്മസ്പൃക്കായി സംസാരിക്കാൻ പാടില്ല എന്നാ പറയുക. മർമ്മസ്പൃക്കായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വാക്കുകളെ കൊണ്ട് കുത്തി നോവിക്കുക, ഒന്നുദ്ദേശിച്ച് വേറൊന്ന് പറയുക. ഇതൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും സ്വയം ഉപാസകരാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം ഉപാസന എന്താണെന്ന് ആ പറയുന്നയാൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന്. ഇനി മനസ്സിലാവുമല്ലോ എന്ന് നമുക്കറിയില്ല. ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന്. താൻ ഒരു ഉപാസകനാണ് എന്ന് ഉച്ചൈസ്തരം ഘോഷിക്കുകയും അതേ സമയം തനിക്ക് ഇഷ്ടമല്ലാത്തവരെ എല്ലാം കിട്ടുന്നിടത്തെല്ലാം അപമാനിക്കുകയും വാക്കുകൾ ഉപയോഗിച്ച് കുത്തിനോവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആൾ ഉപാസകൻ അല്ല, ഉപാസകയല്ല, ആണായാലും പെണ്ണായാലും. അതുകൊണ്ട് ഈ വാക്കുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. സദസ്സിലുള്ള സകലരെയും സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ഹൃദയഹാരിയും ചമത്കാര സമ്പുഷ്ടവുമായ പദങ്ങൾ ഉൾക്കൊള്ളുന്നതും. ഹൃദയഹാരിയായ വാക്കുകൾ, പലതരത്തിലുള്ള ഒരേ ആശയം വ്യക്തമാക്കാൻ പലതരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാം. പലതരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചൊരു ആശയം വ്യക്തമാക്കാം. അപ്പോൾ എങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കണം എന്നാണ് വ്യാസഭഗവാൻ പറയണത്. പ്രത്യേകിച്ചും ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരും അവരെങ്ങനെ വാക്കുകൾ ഉപയോഗിക്കണം? ഹൃദയഹാരിയായിരിക്കണം. കേൾക്കുന്നവർക്ക് ഇൻസൾട്ടിങ് ആയിട്ട് തോന്നരുത്. അപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചുപയോഗിക്കണം. ഹൃദയഹാരിയും ചമത്കാര സമ്പുഷ്ടമായ പദങ്ങൾ ഉൾക്കൊള്ളുന്നത്, കേൾക്കുമ്പോൾ അത്ഭുതത്തെ ഉണ്ടാക്കുന്നതായിട്ടുള്ള വാക്കുകൾ, കേൾക്കുമ്പോൾ തന്നെ അത്ഭുതത്തെ ജനിപ്പിക്കുന്ന വാക്കുകൾ. വാക്കുകൾക്ക് അങ്ങനെ ഉള്ള ശക്തിയുണ്ട്. ചില വാക്കുകൾ കേട്ടാൽ നമുക്ക് അറപ്പുണ്ടാകും, ചില വാക്കുകൾ കേട്ടാൽ വെറുപ്പുണ്ടാകും, ചില വാക്കുകൾ കേട്ടാൽ സന്തോഷമുണ്ടാകും. ഒരേ കാര്യം തന്നെ പല രീതിയിൽ പറഞ്ഞാൽ ആ കേൾക്കുന്ന ഒരേ ആളിൽ വ്യത്യസ്ത അനുഭവമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് വാക്കുകൾ ഹൃദയഹാരിയും, ഹൃദയത്തെ ഹരിക്കുന്നത്, നമ്മളെ വശീകരിക്കുന്നത്, ഹൃദയഹാരിയും ചമത്കാര സമ്പുഷ്ടമായ പദങ്ങളും ഉൾക്കൊള്ളുന്നതായിരിക്കണം. അങ്ങനെ ഹൃദയഹാരിയും ചമത്കാര സമ്പുഷ്ടമായ പദങ്ങൾ ഉൾക്കൊള്ളുന്നതും ശ്ലാഘനീയവും. വാക്കൊരാളുടെ ആഭിജാത്യത്തെ കാണിക്കുന്നു. നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ സംസ്കാരത്തെ വെളിപ്പെടുത്തുന്നു. വളരെ മോശമായ നികൃഷ്ടമായ ഭാഷയിൽ ആണ് നിങ്ങൾ വിമർശിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ സംസ്കാരമില്ലായ്മയെ വെളിപ്പെടുത്തുന്നു. അപ്പൊ ശ്ലാഘനീയം ശുദ്ധവും. ഈ ശുദ്ധമായ വാക്കെന്ന് പറഞ്ഞാൽ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ അർത്ഥത്തെ പ്രതിഫലിക്കുന്നത്, അതാണ് ശുദ്ധമായ വാക്ക്. അല്ലാതെ ഒന്നുദ്ദേശിച്ച് വേറൊന്ന് പറയുന്നതല്ല. ശുദ്ധവും ആലോചനാമൃതവും. ചില വാക്കുകൾ കേട്ടാൽ വീണ്ടും വീണ്ടും ആ വാക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. നല്ല വാക്കും വരും, ചീത്ത വാക്കും വരും. ആലോചനാമൃതം രണ്ടും ഉണ്ട്. ഹൃദയഹാരിയായതും ആലോചനാമൃതമാണ്, ഹൃദയഭേദിയായതും ആലോചനാമൃതമാണ്. ഇവിടെ ഹൃദയഹാരിയായ ചമത്കാര സമ്പുഷ്ടമായ പദങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള വാക്കുകളുടെ കാര്യമാണ് പറയുന്നത്. ശ്ലാഘനീയമാണ്. ആ വാക്ക് കേട്ടാൽ അഭിപ്രായ വ്യത്യാസമായിരിക്കാം രേഖപ്പെടുത്തുന്നത്, പക്ഷെ അത് ശ്ലാഘനീയമായ രീതിയിലാണ്, അഭിനന്ദനീയമായ രീതിയിലാണ്. ശുദ്ധവും വളരെ സിമ്പിളായിട്ടുള്ള മനോഭാവത്തെ വ്യക്തമാക്കുന്ന വാക്കുകൾ. ആലോചനാമൃതവും പ്രൗഢഗംഭീരവും. വാക്കുകൾക്ക്
അങ്ങനെയുള്ള കഴിവുകളുണ്ട്. പ്രൗഢഗംഭീരവും സ്വാഭിപ്രായം വ്യക്തമായും പ്രകടിപ്പിക്കുന്നതുമായ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹം സ്വന്തം അഭിപ്രായമാണ് പറയുന്നത്. തൻ്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നത് വേറൊരാളെ വേദനിപ്പിക്കാനല്ല. എൻ്റെ അഭിപ്രായമാണത്, അത് പക്ഷെ നിങ്ങളെ വേദനിപ്പിക്കാനല്ല. അപ്പം എൻ്റെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല, എൻ്റെ അഭിപ്രായത്തെ പ്രകടമാക്കാനാണ് എങ്കിൽ അത് ശുദ്ധമായതായിരിക്കണം, കൃത്യമായ വാക്കുകൾ തിരഞ്ഞിട്ടായിരിക്കണം, വാക്കുകൾ പ്രൗഢഗംഭീരമായിരിക്കണം, വാക്കുകൾ ആലോചനാമൃതം ആയിരിക്കണം, വാക്കുകൾ ശ്ലാഘനീയങ്ങളായ വാക്കുകളായിരിക്കണം, അവ ചമത്കാര സമ്പുഷ്ടമായ പദങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം. ഞാൻ എൻ്റെ അഭിപ്രായത്തെ വ്യക്തമാക്കുകയാണ്, പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരു മനോഹരമായ ഗാനം കേൾക്കുന്നത് പോലെ കേൾവിക്കാർക്ക് അനുഭവപ്പെടണം. അത് ഹൃദയഹാരിയായിരിക്കണം, അതേപോലെ സന്തോഷിപ്പിക്കുന്നതുമായിരിക്കണം. എൻ്റെ അഭിപ്രായങ്ങളുമായിട്ട് വ്യത്യാസം വെച്ചു പുലർത്തുന്നവരാണ് നിങ്ങളെങ്കിലും എൻ്റെ വാക്കുകൾ നിങ്ങളെയും സന്തോഷിപ്പിക്കുന്നതായിരിക്കണം. സദസ്സിലുള്ള സകലരെയും സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ഹൃദയഹാരിയും ചമത്കാര സമ്പുഷ്ടമായ പദങ്ങൾ ഉൾക്കൊള്ളുന്നതും ശ്ലാഘനീയവും ശുദ്ധവും ആലോചനാമൃതവും പ്രൗഢഗംഭീരവും സ്വാഭിപ്രായം വ്യക്തമായും പ്രകടിപ്പിക്കുന്നതുമായ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞു.